എനിക്ക് പറയാനുള്ളത്, ഇന്ന് വളരെ മോശമായ കാലഘട്ടമാണ്. ആരുടെ വാക്കിൽ നിന്നും എന്തെങ്കിലും പണ്ഡിതന്മാർ വളരെ ആലോചിക്കുന്ന സമിതിയിൽ വെച്ചെന്ന് പറഞ്ഞാൽ തന്നെ അതിനെ പുറത്തു കൊണ്ടുവന്ന് പല സ്റ്റേജിലും, രാഷ്ട്രീയ സ്റ്റേജുകളിലും, രാഷ്ട്രീയ ഫോണുകളിലും, എന്താണ് അതിന് പറയാ, അതിലൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ ഈമാനിൽ നിന്ന് അടർന്നു പോകുന്നുണ്ടോ? നമ്മളുടെ വിശ്വാസത്തിൽ നിന്ന് നാം വ്യതിചലിക്കുന്നുണ്ടോ എന്ന് നാം രാത്രി മലർന്നു കിടന്ന് അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട്, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഏറ്റവും വലുത് സമസ്തയാണ് നമ്മളെ മക്കളെ മുസ്ലിങ്ങളാക്കിയത്. സമസ്തയാണ് കഴിഞ്ഞുപോയ തലമുറയെ മുഅ്മിനീങ്ങളാക്കിയത്. ബഹുമാനപ്പെട്ട സമസ്തയാണ് നമ്മളെ പിതാക്കന്മാരെയും പ്രപിതാക്കന്മാരെയും ഉമ്മമാരെയും ഉമ്മാമ്മമാരെയും അങ്ങനെ നമ്മളുടെ മുഴുവൻ കുടുംബത്തിനെയും യഥാർത്ഥ മുഅ്മിനാക്കികളാക്കി തീർത്തത് സമസ്തയുടെ സ്ഥാപനങ്ങളും സമസ്തയുടെ പണ്ഡിതന്മാരുമാണ്. അതൊക്കെ എന്തെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി. ഇപ്പോഴതാണ് ഭൗതികമായ താല്പര്യമാണ് 90%. ഞാൻ പറയുന്നത് ഏതെങ്കിലും പാർട്ടി നമ്മുടെ അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ പാർട്ടിക്ക് ഒരു പരിമിതി കൽപ്പിക്കണം. ദീനിനേക്കാളും സമസ്തയെക്കാളും ഉലമായിനേക്കാളും ഉള്ളതായ സ്ഥാനമാനങ്ങൾ മറ്റ് പാർട്ടികൾക്കോ അതിന്റെ ആൾക്കാർക്കോ നമ്മൾ നൽകുന്നത് പാടില്ലാത്തതാണ്. ഞങ്ങളിത് തുറന്നു പറയുന്നു. അതിനുവേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും, ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും അത് തുടരുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അതൊരു പണ്ഡിതന്മാരുടെ ചുമതലയാണ്. ഇവിടെ ഇസ്ലാമിന് പ്രയാസം വരുമ്പോ, നമ്മളുടെ വിശ്വാസാചാരങ്ങളെ പാലിക്കാൻ സാധിക്കാതെ വരുമ്പോ, അല്ലാഹു തആല പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ സത്യവിശ്വാസികളോട് അല്ലാഹു പറയുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. അതല്ലേ ഇപ്പോൾ നടക്കുന്നത്. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, തെറ്റായ ഭാവനകളെ നിങ്ങൾ ഉപേക്ഷിക്കണം, പരിത്യജിക്കണം. ലന്നിനെ തന്നെ നിങ്ങൾ ഉപേക്ഷിക്കണം. ലന്ന് എന്ന് പറഞ്ഞാൽ കാര്യകാരണമില്ലാതെ, നമ്മൾക്ക് ബോധ്യപ്പെടാതെ, ആരെങ്കിലും മണ്ടനോ അടകോടനോ പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിധിയെഴുതുക. നമ്മൾക്ക് ബോധ്യപ്പെടാതെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ, ഇദാ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. ഫാസിഖ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. പച്ച മലയാളത്തിൽ തമ്മാടി എന്നാണ്. ഇദാ ജാഅകും ഫാസിഖുൻ, ഒരു കുറ്റവാളി നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ബിനബഇൻ, ഏതെങ്കിലും ആരെയെങ്കിലും കുറിച്ച്, പണ്ഡിതനെ കുറിച്ചോ അല്ലാത്തവരെ കുറിച്ചോ എന്തെങ്കിലും ഒരു വൃത്താന്തവുമായി വന്നാൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഫതബയ്യനു, അതിനെക്കുറിച്ച് ആലോചിക്കണം. ബഹുമാനപ്പെട്ട സമസ്തയെക്കുറിച്ച്, സമസ്തയുടെ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള സംസാരങ്ങളെ കുറിച്ച് പോലും അനാവശ്യമായി വലിച്ചു നീട്ടി പർവ്വതീകരിച്ച് കാണിച്ച് ഈ സമുദായത്തിന്റെ സമസ്തയെ ചളിവാരിത്തേക്കാൻ ഒരു ജനം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവരെ തടയേണ്ടത് എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നിങ്ങളുടെ കടമയാണ്. ചെറുപ്പക്കാരെ, നിങ്ങളുടെ ആയിമ നിങ്ങൾ ആർക്കും പണയം വെക്കരുത്. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, ആ തരത്തിലുള്ള ആ മോശമായ ഊഹാപോഹങ്ങളെ നിങ്ങൾ പരിത്യജിക്കണം. ഇനി അഥവാ നിങ്ങൾ അങ്ങ് ഊഹിച്ചു പോയാൽ തന്നെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഫഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ, അത് കുറ്റകരമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ, അലാ തജസ്സസു, അതിന്റെ പിന്നാലെ നിങ്ങൾ നടന്ന് കുത്തിച്ച്, നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുത്തിത്തിരിപ്പ് നടത്തിയിട്ട് നോക്കരുത്. വലാ തജസ്സസു, ജാസൂസിന്റെ പണി നിങ്ങൾ ചെയ്യരുത്. അഥവാ അതും നിങ്ങൾ ചെയ്താൽ അവിടെയും അല്ലാഹു പറയാണ്, എന്നാൽ അതുകൊണ്ട് മതിയാക്കണം. വലാ യഗ്തബ് ബഅദുകും ബഅദാ, അത് നിങ്ങൾക്ക് മറ്റവർക്ക് കൈമാറരുത്, ഗീബത്ത് പറയരുത്.
അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. അതേ അവസരത്തിൽ ഇന്ന് അമ്മാനമാടുകയാണ് അങ്ങാടികളിൽ, വാട്സപ്പുകളിൽ പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും മഹത്തുക്കളെയും എല്ലാം അമ്മാനമാടുകയാണ്. മാത്രമല്ല, പണ്ഡിതന്മാരാണെന്ന് നടിക്കുന്ന ചിലര് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വഹാബി മൗദൂദി ആശയങ്ങൾ അവർ മറ്റുള്ളവർക്ക് ഒളിച്ചു കടത്തിയും കൊണ്ട്, നേരായ വഴിക്കല്ല, ഒളിച്ചു കടത്തിയും കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം ജമിയത്തുൽ ഉലമയുടെയും ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും ഒക്കെ അടിസ്ഥാന സ്ഥാപനങ്ങളെ അതിൽ ഒളിച്ചു കടത്തി, അതിൽ ഭരണഘടനയിൽ മാറ്റി അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി. എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവർക്കും അന്നം തിന്ന എല്ലാവർക്കും നമ്മൾ അതിന്റെ വിശദീകരണങ്ങൾ കേട്ടാൽ